അന്വേഷി പ്രസിഡന്റ് കെ അജിത പറഞ്ഞു. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ പ്രസക്തിയും പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി സ്ത്രീധനം മാറിയെന്നും കെ അജിത പറഞ്ഞു. നിയമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നതിനെക്കുറിച്ച് നാം ആലോചിക്കണം. മറ്റേതൊരു ക്രിമിനൽ കേസിലും താൻ പ്രതിയാണെന്ന് തെളിയിക്കുന്നത് കുറ്റവാളിയാണ്. എന്നാൽ ബലാത്സംഗ കേസിൽ വാദിയാണ് തെളിയിക്കേണ്ടതെന്ന് അജിത പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായി സ്ത്രീധനം മാറിയിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഒരുപോലെ കുറ്റക്കാരാണെന്ന് അജിത പറഞ്ഞു. ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം മൂലം ഉപഭോഗ സംസ്കാരം വളരെയധികം വേരൂന്നിയെന്നും ഇത് നമ്മളെ ശരിക്കും പിടികൂടിയെന്നും അജിത പറഞ്ഞു. ഏതായാലും ഏറ്റവും ഭീകരമായ ഒരു സാമൂഹ്യ വിപത്താണ് സ്ത്രീധന സമ്പ്രദായം. ഇതിനെതിരെ ഉള്ള ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീധന നിരോധന നിയമം. പക്ഷേ അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം എൻ്റെ അഭിപ്രായത്തിൽ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഒരുപോലെ കുറ്റവാളിയാണ് എന്നുള്ള ആ വകുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നിയമം, ഏതൊരു നിയമം ഉണ്ടായാലും അത് ഉപയോഗിക്കാൻ ഒരു വിഭാഗം വേണം. സ്ത്രീധന പീഡനം ഉണ്ടായാൽ അത് പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ ഉണ്ടാവണം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അമ്യൂസെന്റ് ടെസ്റ്റും അതുപോലെ ബലാത്സംഗ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു ഒരു വിഭാഗം എന്തായാലും പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ്, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിഭാഗമാണ്. അപ്പോൾ അവർ ഈ നിയമം ഉപയോഗിക്കും. പക്ഷേ സ്ത്രീധന നിരോധന നിയമം ആരും ഉപയോഗിക്കാത്തതിൻ്റെ പ്രധാന കാരണം കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ കുറ്റവാളിയാണെന്നുള്ളതാണ്. മുനിസിപ്പൽ സ്കൂളിൽ നടന്ന സെമിനാറിൽ OV ആബിദ, അഡ്വക്കേറ്റ് മേരി മാത്യു, KN സുലേഖ, A നജീദ, അഡ്വക്കേറ്റ് വിമലകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു.